ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ആണ്. നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ തിളങ്ങാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ എന്നൊരു വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീൻ നമ്മൾ അയക്കൂറ. നിങ്ങൾക്ക് മറ്റേ അയില വെച്ചിട്ട് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ എടുത്തത് അയക്കൂറാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലെമൺ പെപ്പർ ഫിഷ് ഫ്രൈ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ലെമൺ പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ അയക്കൂറല്ലേ കിങ് ഫിഷ്, അതിൻ്റെ ചെറിയ മീൻ അതിനെ കിട്ടി. അതൊരു 400 ഗ്രാം ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പുരട്ടി കൊടുക്കാൻ ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഇതാ ഞാൻ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ഒരു 2 ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ഇതാ ഉപ്പ്, നമ്മൾ സാധാ മീനിന് പൊരിക്കും പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മളെ അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇല്ലെങ്കിൽ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുത്താലും മതിയേ. ഇനി ഇതാ ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയിലാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവേ. ചെറിയൊരു നാരങ്ങ ഫുൾ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുത്താ. ഇനി ഇതാ ഇതെല്ലാം കൂടി നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കെ. പെപ്പറും മല്ലിപ്പൊടിയും എല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ചെറുനാരങ്ങ നീരിൽ എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആയിൻ്റെ. ഇനി നമ്മളിത് നമ്മളെ മീനിലേക്ക് പൊട്ടി കൊടുക്കാം. മസാല ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇതിനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ. കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് സാധാരണ ഉള്ളേക്ക് ഒത്തിരി കൂടി വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മസാല മീനിലേക്ക് പുരട്ടിയാൽ മതിയേ. അപ്പോൾ അതിന് ഒരു മണിക്കൂർ വെക്കട്ടെ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ മീനിലേക്ക് നന്നായി പിടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനിതാ ഒരു ഫ്രൈ പാൻ വെച്ച് ഒരു ഇത്തിരി വെളിച്ചെണ്ണ, ഓയിൽ വേണേൽ ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ വെച്ച് നന്നായി ചൂടായിണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ മതി, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അധികം കരിഞ്ഞു പോവാതെ 2 സൈഡും മൊരിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കട്ടെ. എല്ലാ മീനും വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു 5 നമ്മൾ സാധാ മീൻ പൊരിക്കുമ്പോൾ തന്നെ, പക്ഷെ അത് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു സോസിലൂടെ ഇടുന്ന, അപ്പോൾ ആകെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ സോസ് ഇതിന് മീനിലൊക്കെ പിടിക്കുകയില്ല. അപ്പോൾ കരിഞ്ഞു പോവാതെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഇതുപോലെ ആയപ്പോൾ നമ്മൾ മസാല ഒക്കെ ഇങ്ങോട്ട് പിടിച്ച് ഒരു ഭാഗം വെന്തപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് കൂടി ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കും. അതുകൂടി ആയിക്കഴിഞ്ഞാൽ ചെറിയ തീയിലല്ലേ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റട്ടോ, തീ ഓഫ് ചെയ്യേ. അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് തീ ഓഫ് ചെയ്ത് മാറ്റിയേക്കട്ടെ. എണ്ണ ഒന്നുമില്ല, കുറച്ചൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളേ. ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഒരു ബട്ടർ സോസ്, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഒരു ബട്ടർ സോസിലൂടെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഫ്രൈ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ടാണ്, കാരണം ഇനി ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ നല്ല ചൂടിലേക്ക് ഇട്ടാൽ കളറ് മാറിപ്പോവല്ലോ. അപ്പോൾ അതാ ഞാനൊരു 2.5 ടേബിൾ സ്പൂണ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ബട്ടറിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇത് ചിലർ പകുതി ബട്ടർ പകുതി, ഇപ്പോൾ 3 ടേബിൾ സ്പൂണാണ് മൊത്തം എടുത്തത്. അതിപ്പോൾ 1.5 അല്ലെങ്കിൽ 2 അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ബട്ടർ മാത്രമായാലും കുഴപ്പമില്ല, ഒലിവ് ഓയിൽ മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബട്ടറിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചോപ്പ് ചെയ്ത് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കണ്ടേ. നമുക്കൊന്നൊന്ന് ഈ ബട്ടറിൽ വഴറ്റിയെടുക്കേ. ഈ കൂടെ വെക്കല്ലേ, ബട്ടറിൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. ചെറിയ ചിരിയിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മളെ പച്ചമണമൊക്കെ മാറിയിട്ടോ, വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ. ഇനി ഇതാ ഇതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ചേർത്ത് കൊടുക്കണ്ടേ. അതേപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകാണ്. ഇനി ഇതാ ഞാനിവിടെ 1 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണ്ടേ. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏത് നമ്മളെ കോൺഫ്ലവർ വേവിച്ച് ഒന്ന് നമ്മൾ ഒരു ഇത്തിരി സോസ് ഒരു കട്ടിയൊക്കെ പോലെ, ഒരു ഗ്ലൈസിങ് ഒക്കെ പോലെ വരുവേ.
നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇതാ കുറച്ച് കട്ടി വരുന്നത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കോൺഫ്ലവർ ഒക്കെ വേവിച്ച് നല്ലൊരു സോസ് പരിവാക്കിയെടുക്കാം. ഇനി ഞാൻ എന്താ കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പിട്ടില്ലല്ലോ സോസിൽ, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതിയേ. ഇനിതാ കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പകുതി ഇതാ ഒരു പിടി എടുത്ത് ചേർത്തുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വെക്കാം. അത് ചേർത്തെടുത്ത് 1 ടീസ്പൂണ് ലെമണും ചേർത്ത് കൊടുക്കണ്ടേ നമ്മളെ സോസിലേക്ക്. എന്നിട്ട് നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഉപ്പും എരിവൊക്കെ വേണം നോക്കട്ടെ. അത്യാവശ്യം നല്ല എരിവുണ്ട്, കാരണം എരിവുള്ള പച്ചമുളക് 2 ഇട്ടതേ. നമ്മളെ ബട്ടർ സോസ് ഇവിടെ റെഡിയാണ്. ബട്ടർ ഗാർലിക് സോസോ എന്ത് വേണമെങ്കിലും പറയാം. റെഡിയാണ് കണ്ടോ. അതാ ഇനി നമ്മളെ സോസിലേക്ക് നമ്മളെ മീനില്ലേ പൊരിച്ചു വെച്ച് അത് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മീനിട്ടു. ഒരു ഭാഗം 1 മിനിറ്റ് സോസിൽ വെക്കുക, മറ്റേ ഭാഗം 1 മിനിറ്റ് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ ജസ്റ്റ് ഒന്ന് ഈ മീനിലേക്ക് മറ്റേ ആ ഭാഗത്തുള്ള മീനിലേക്ക് സോസൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. എന്നിട്ട് 1 മിനിറ്റ് വെക്കാം, തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം 2 ഭാഗത്തും അങ്ങായി കിട്ടുമല്ലോ. അപ്പം നമ്മളിത് ചെയ്യുകയാണെങ്കിലേ, നമ്മളിപ്പോൾ എപ്പോഴാണോ മീൻ ആദ്യം പൊരിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്താട്ടോ ഈ സോസ് ഉണ്ടാക്കുന്ന അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ സൽക്കാരങ്ങളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതിനൊന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ കയ്യിലുള്ള ഐറ്റം മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പെപ്പർ ലെമൺ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഞാൻ എന്താ കുറച്ചുകൂടി ഇതാ മല്ലിയിലയും കരിവേപ്പിലയും കൂടി മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് കിട്ടോ, ആദ്യം തന്നെ ഇട്ട് മതി. പിന്നെ അതാ തിരി നമ്മളെ മുളകില്ലേ, വറ്റൽ മുളക് ചതച്ചതും മേലിട്ട് കൊടുക്കുന്നത്. ഇത് ഇടണമെന്നില്ല കേട്ടോ, അപ്പം കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടാണേ. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.